ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല പണിയുള്ള ദിവസമാണ്. അപ്പോൾ നേരത്തെ പോയി ജിമ്മിലൊക്കെ പോയി ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടപ്പത്തിരി ആയിരുന്നു. എൻ്റെ വാപ്പാടെ ഫേവറേറ്റ് ഫുഡാണ്. മുട്ടപ്പത്തിരി കഴിച്ചു. ശേഷം ഞാനും സൽമാനും കൂടി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നസ്രുദ്ദീൻ ഷാ, നമ്മുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നസ്രുദ്ദീൻ ഷാ ആണ്. ഞാൻ ഇക്രു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മാമയുടെ മോൻ തന്നെയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാനും സൽമാനും കൂടി തിരിച്ചു പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇന്ന് എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, ബസ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സനോജ്, ഇവൻ്റെ മാരേജാണെന്ന്. ഓക്കെ, ഞങ്ങൾ ബികോമിലുണ്ടായിരുന്നതാണ്. ഇത് അനന്തു, ഇത് റിയാസ്, അത് കിരൺ, ഇത് ആൻസൺ. ഇവരൊക്കെ ഞങ്ങൾ ബികോമിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഇത് ജിസിക. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് സംസാരിക്കുകയായിരുന്നു. ഇവരൊക്കെ നമ്മൾ ബാച്ചിലുണ്ടായ പിള്ളേരാണ്. കിരൺ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ ഇടയ്ക്ക് എല്ലായ്പ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണിച്ചാണ്. അനന്ത് ഇപ്പോൾ നല്ല ബിസിയാണ്. ഇത് റിയാസ്, ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഗവൺമെൻറ് എംപ്ലോയി ഇവനാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ കിരണിൻ്റെ ഒപ്പം, കിരൺ എസ്എംപുരത്താണ് വീട്. അപ്പോൾ കിരണിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാം, ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും കിരണും കൂടി ബൈക്കിൽ തിരിച്ച് പോന്നു. തിരിച്ച് വന്നതിന് ശേഷം നമ്മളുടെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു ഹാബിറ്റാണ് സേവിങ്സ്. അത് ഡെയിലിയുള്ള സേവിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹാബിറ്റ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ ബെറ്റർ ആയിരിക്കും. ഡേ ടു ഡേ ഉള്ള ഇൻകം ആൻഡ് എക്സ്പെൻസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. അതിന് നിങ്ങളൊരു ആപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒന്നും ചെയ്യേണ്ടതില്ല. ഡയറിയിലായാലും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മതി. നമുക്ക് കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായി പോകുന്നില്ലെന്ന് നോക്കാം. നമ്മുടെ ആക്ച്വൽ എക്സ്പെൻസ്, നമ്മളുടെ കയ്യിലുള്ള സേവിങ്സ്, നമുക്ക് എത്ര ബഡ്ജറ്റ് എത്ര ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്താൽ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും അതിനനുസരിച്ച് നമ്മുടെ ലൈഫിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്തു. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതിനു മുമ്പ് എൻ്റെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സ്കൂളിൽ കോളേജിലൊക്കെ കിട്ടിയിട്ടുള്ള ട്രോഫീസും കാര്യങ്ങളാണ്. വർക്ക് ചെയ്ത കമ്പനികളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.